അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഇതാണ് മഞ്ചേരി സ്വദേശിനി അബുബക്കർ സഖാഫി റസിയ ദമ്പതികളുടെ മകൾ വി വജ്ല എന്ന പൊന്നുമോള്. പ്രിയപ്പെട്ടവരെ, ഈ മോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഈ ലോകത്ത് ഒരുപാട് വേദന സഹിച്ച മോളാണ്. നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വേദനയും വിഷമവും ഈ ഒരു പ്രായത്തിൽ ആ പൊന്നുമോൾ അനുഭവിച്ചു. 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അർബുദമായിരുന്നു രോഗം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ രോഗം പൊന്നുമോൾക്ക് ബാധിച്ചത്. ഈ പൊന്നുമോളുടെ മരണവാർത്ത കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സങ്കടമായിരുന്നു. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഞങ്ങൾ തളർന്നു പോവുകയാണ് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ. ഈ ഒരു മുഖം ആ മാതാപിതാക്കൾ എങ്ങനെ മറക്കും? പടച്ചറബേ, ഇതുപോലുള്ള മാരക രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് വേദനകൾ അനുഭവിച്ച പൊന്നുമോളാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും നിങ്ങൾ ഓതണം. നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആ പൊന്നുമോളുടെ ഖബറിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്യുമ്പോൾ അവരുടെ ഖബറിൽ സന്തോഷമുണ്ടാകും. പൊന്നുമോള് ഖബറിൽ സന്തോഷമായി കഴിയട്ടെ. ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗപ്പൂന്താപ്പാക്കി കൊടുക്കട്ടെ. ഏറെ വേദനയായി പോയത് ഈ ഒരു രോഗാവസ്ഥയിലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ പൊന്നുമോള് SSLC പരീക്ഷ എഴുതിയതും നല്ല മാർക്കോടെ പാസ്സായതും. ഒരൊറ്റ ലക്ഷ്യമായിരുന്നു, SSLC നല്ല മാർക്കോടെ വിജയിക്കണമെന്ന്. അത് സാധിച്ചു. പക്ഷെ അത് കാണാൻ ആ പൊന്നുമോളില്ല. അതാണ് ഏവരെയും വിഷമിപ്പിച്ചത്. മഞ്ചേരിയിലെ ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. SSLC റിസൾട്ട് ഇങ്ങനെയായിരുന്നു: 6 A+ഉം 1 Aയും 3 B+ഉം കിട്ടി. ഫലം കാണും മുമ്പേ ആ പൊന്നുമോള് പടച്ചറബിലേക്ക് യാത്രയായി. പൊന്നുമോള് അർബുദം ബാധിച്ച് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററിൽ കീമോ ചികിത്സയിലായിരുന്നു. വലിയൊരു പോരാട്ടമായിരുന്നു പഠിത്തവുമായി ബന്ധപ്പെട്ട്. തീവ്ര വേദനയ്ക്കിടയിലും നല്ല മാർക്ക് വാങ്ങണമെന്ന ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും മോള് പിന്മാറിയില്ല. പൊന്നുമോളുടെ ആ ഒരു ആവേശം കൂട്ടുകാരും അധ്യാപകരും പഠനത്തിൽ ഒപ്പം നിന്ന് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പരീക്ഷ കഴിഞ്ഞതോടെ മോളുടെ രോഗം മൂർച്ഛിക്കുകയാണ്. യാ അല്ലാഹ്, രോഗം മൂർച്ഛിച്ച് ആ പൊന്നുമോള് റബ്ബിലേക്ക് മടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മാർക്ക് കാണാൻ ആ പൊന്നുമോളില്ല. ഇത് ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല വേദനയായി പോയത്, സഹപാഠികൾക്കും അധ്യാപകർക്കും ഈ വാർത്ത കേൾക്കുന്ന എല്ലാവർക്കും താങ്ങാനാവാത്ത വേദനയായിരുന്നു. ആ പൊന്നുമോളെ സമ്മതിക്കണം. ഇത്രയേറെ വേദനയിലും കഷ്ടപ്പാടിലും പഠനം കൈവിടാതെ അവൾ മുന്നോട്ട് പോയി. ഈ ഒരു ധൈര്യം എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ്. വലിയൊരു വിജയത്തിൽ ആ മോളിന്ന് ഈ ലോകത്തോട് തോറ്റുപോയിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു വിജയമുണ്ട്. അതിനും കൂടിയായിരിക്കണം നമ്മുടെ ഇവിടുത്തെ പഠനം. പടച്ചറബ്ബ് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാ പ്രാവശ്യവും SSLC റിസൾട്ട് വരുമ്പോൾ 2ഉം 3ഉം മക്കൾ ജീവനൊടുക്കി കളയാറുണ്ട്. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. നമ്മൾ അന്നൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു തന്നതാണ്. അതിനെക്കുറിച്ച് നമുക്കിനി ഒന്നും പറയാനില്ല. ഒന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ അവർ ജയിക്കും മുമ്പേ അവർക്കുള്ള ഫ്ലക്സ് ബോർഡ് അടിക്കാതിരിക്കുക. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത് മക്കൾക്ക് വലിയൊരു വേദന ഉണ്ടാക്കും. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ, നല്ലതാക്കി തരട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാട്ടെ. അർഹമുറാഹിമായ റബ്ബേ. പടച്ചറബ്ബേ, ബജ്ല എന്ന ഈ ഒരു പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോളുടെ ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ദുനിയാവിൽ ഒരുപാട് വേദന അനുഭവിച്ചാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അർഹമുറാഹിമായ അള്ളാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.